ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തതും ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളിത് കാണുമ്പം ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം. ഇങ്ങനെ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ വീഡിയോസ് ഇങ്ങനെ കൂടുതൽ പേരിലോട്ടേക്ക് ഇത് എത്തുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു ടൈം ഒരു 7:30 ആയിക്കണ്ട് കേട്ടോ. എണീക്കലെല്ലാം എണീച്ചിന്, പക്ഷെ പണി തുടങ്ങുന്നത് ഈ ടൈമിലാന്ന് മാത്രം കേട്ടോ. കാരണം ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാലാവസ്ഥ കണ്ടാലറിയാം, കുറച്ചെല്ലാം മഞ്ഞും കാര്യങ്ങളെല്ലാം ഉണ്ട്, വെയിലെല്ലാം വന്നിന്. എന്നാലും ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇങ്ങനെ വെള്ളത്തിലെല്ലാം ഇങ്ങനെ കയ്യിലും കുത്തുമ്പോൾ അപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം മടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ വാർപ്പിൻ്റെ ഈ സൈഡിൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഒന്ന് അടിച്ചു വരണം കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് അടിച്ചേരിയിട്ട് എടുക്കലാണ്. ഇനിയും പണിയെല്ലാം തുടങ്ങാൻ ലേറ്റ് ആയിക്കുണ്ടെങ്കിൽ നല്ല മുട്ടൻ പണി തന്നെ കിട്ടും കേട്ടോ. അപ്പം മൊബൈലെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് പണിയെല്ലാം തുടങ്ങാം കേട്ടോ. മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. അപ്പോൾ മൊബൈലെല്ലാം മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പണിയെല്ലാം എടുത്ത് തീർക്കാനുള്ള ശ്രമത്തിലാണ്. എൻ്റെ എല്ലാം മിക്ക ടൈമും പോകുന്നത് ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും പണി തീർന്നതിന് ശേഷം ഫോൺ എടുക്കുമെന്നുള്ള ഒരു ഉറപ്പിച്ച ഒരു തീരുമാനത്തിലാണ് കേട്ടോ പണിയെല്ലാം തുടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വേസ്റ്റ് നേരെ താഴേക്കാണ് ഇട്ടിട്ടുള്ളത്. താഴെ മുറ്റടിക്കുമ്പോൾ അത് ഒപ്പരം അടിച്ചു പോകും കേട്ടോ. അങ്ങനെയാണ്. ഇനിയിപ്പോൾ മുറ്റെല്ലാം അടിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ നാസ്റ്റിക്കുള്ള കറി വേവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. വെള്ളക്കടലയും കൽത്തപ്പമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. വെള്ളക്കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അതൊരു കറീൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം ഒരു ചെറിയ ഉള്ളിയും പിന്നെ 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടെടുത്തിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കലാണ്. ഇനിയിപ്പോൾ ഉള്ളിയെല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് ഈ ഉള്ളിയെല്ലാം ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളീൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൗഡറുകളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് മുളകും പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കടല വേവിക്കുമ്പം ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതിനെക്കൊണ്ട് ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെല്ലാം പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ വെള്ളക്കടലല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. മിക്സാക്കി എടുത്ത് എനിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു ചെറിയൊരു തക്കാളിയാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. ഈ ഒരു വെള്ളക്കടല കറി ദോശ, പൂരി, പിന്നെ ചപ്പാത്തി ഇതിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ കറി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കലാണ്.
ഈ കറിയെല്ലാം ആവുന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കാൻ പറ്റുന്ന പണിയെല്ലാം ഇങ്ങനെ എടുക്കുന്നില്ലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ കറിയെല്ലാം ഒരു 5 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. ഇപ്പം നമ്മളെ വെള്ളക്കടല കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ നാസ്റ്റിക്കുള്ള കൽത്തപ്പം കൂടി ഒന്ന് ചുട്ടെടുക്കലാണ് കേട്ടോ. ഇത് റെസിപ്പി ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ അയാൻ എണിച്ചിന് അയാനെ ഫ്രഷ് ആക്കലും എല്ലാം ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുന്നില്ലുണ്ട് കേട്ടോ. അതെല്ലാം ഞാനിങ്ങനെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ സ്റ്റാൻഡും ഫോണും എല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോകണ്ട, അതിനെക്കൊണ്ട് അതൊന്നും ഇങ്ങനെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതെല്ലാം ഇങ്ങനെ എപ്പോഴെപ്പോഴും കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ പിന്നെ അതൊന്നും ഇങ്ങനെ കാണിക്കാനൊന്നും നിൽക്കില്ല. ഇനിയിപ്പോൾ ഇതാ ഏകദേശം നാസ്റ്റൻ്റെ പണിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നാസ്റ്റെല്ലാം ആക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നാസ്റ്റെല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഉള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയിട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ എണ്ണക്കുപ്പി എണ്ണയെല്ലാം ഒന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഒന്ന് കൂടെ കഴുകാനുണ്ട്. പിന്നെ ഇപ്പോൾ തണുപ്പല്ലേ, അതിനെക്കൊണ്ട് എണ്ണക്കുപ്പിയിൽ ഇങ്ങനെ എണ്ണയെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. സോപ്പൊന്നും ഇട്ടാൽ എന്തായാലും പോകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് ചൂടുവെള്ളമെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ടെടുക്കുന്നതാണ്. ഞാൻ എണ്ണ ഒഴിക്കുന്ന ബോട്ടിൽ ഇങ്ങനെ സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. അതിനെക്കൊണ്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചാലും ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളെല്ലാം ഒന്ന് കഴുകിയിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് സോപ്പ് ഇട്ടിട്ട് ഒന്ന് കഴുകിയിട്ടെടുക്കലാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ എണ്ണമഴയും എല്ലാം ഒന്ന് പോയി കിട്ടുമേ. ഇനിയിപ്പം ഉച്ചയ്ക്ക് ഞാൻ വെജിറ്റബിൾ പുലാവ് ആക്കാനാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പം അതിന് മുന്നേ ഇതാ കിച്ചണിലുള്ള ഏകദേശം എല്ലാ പണിയും തീർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പാത്രങ്ങളെല്ലാം എടുത്തു വെക്കലും കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീനാക്കി ഇടലും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അതിന് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ, സിമ്പിളല്ലേ. അപ്പം അതിന് മുന്നേ കൗണ്ടർ ടോപ്പെല്ലാം വേഗം ഒന്ന് ക്ലീനാക്കി ഇടലാണ്. ഇനിയിപ്പോൾ കിച്ചൺ ഇങ്ങനെ പെരങ്ങിയാലും ഇതാ ഈ ഒരു ഗ്യാസ് വെച്ച് ഈ ഒരു ഏരിയയിലേ പെരങ്ങുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ നീറ്റായിട്ട് തന്നെ കിടക്കുമല്ലോ. അതിനെക്കൊണ്ട് കിച്ചണിലെ പണിയെല്ലാം വേഗം ഒന്ന് ക്ലീനാക്കി ഇടലാണ് കേട്ടോ. പിന്നെ ഈ ഒരു വെജിറ്റബിൾ പുലാവിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ആദ്യം തന്നെ കട്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത്ര പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പം അത് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നപ്പം നമ്മൾ പട്ട ഗ്രാമ്പ് ഏലക്കായില്ലേ അതെല്ലാം ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വന്നപ്പം ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും ഒരു പച്ചമുളകും ആ നെയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വഴറ്റിയിട്ടെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ പീസ്, കുറച്ച് ബീൻസ്, ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് ഞാൻ ഇതാ നമ്മളെ ബസ്മതി റൈസിൽ അതൊന്ന് പൊതിർത്തി വെച്ചിരിക്കണം കേട്ടോ. അതും കഴുകിയിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പം ഇവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 1.5 കപ്പ് അരിക്ക് ഒരു 3 കപ്പ് വെള്ളം കേട്ടോ. ആ വെള്ളം ഞാനൊന്ന് തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് ഇതാ ഒരു ചെറിയൊരു ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ചിട്ടാണ് കേട്ടോ കുക്കാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. അരിയൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഈ റൈസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അടച്ചു വെക്കും. എന്നിട്ട് ഫുഡെല്ലാം കഴിക്കുന്ന ടൈമിൽ ഇനി എടുക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം കിച്ചണിൽ എല്ലാ പണിയും തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം കൂട്ടത്തിലൊന്ന് അടിച്ചേരി തുടക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ ബാക്കിയുള്ള എല്ലാ ഏരിയയും ഒന്ന് അടിച്ചാരി തുടക്കുക എന്നെല്ലാം കരുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതിപ്പം തലേന്നേ തിരുമ്പിയിട്ടുള്ള തുണി ഉണങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വേഗം തന്നെ ഒന്ന് മടക്കി വെക്കലാണ്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ അടിച്ചേരി തുടക്കൽ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതെല്ലാം ഇങ്ങനെ എപ്പോഴെപ്പോഴും കാണിക്കുന്നില്ല, അതിനെക്കൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഡ്രസ്സെല്ലാം ഇങ്ങനെ മടക്കി വെക്കുമ്പം എല്ലാതും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ മടക്കി വെക്കലെല്ലാം. പിന്നെ ഈ അലക്കിയിട്ട ഡ്രസ്സെല്ലാം ഇങ്ങനെ കാണുന്ന സ്ഥലത്ത് തന്നെ ഇടുക. ഇതിപ്പം ടേബിളിൻ്റെ മേലെ കൊണ്ട് പെട്ടെന്ന് നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ ഉള്ളത്. അപ്പോൾ അത് വേഗം തന്നെ ഇങ്ങനെ മടക്കി വെച്ച് പോകും കേട്ടോ. റൂമിലെല്ലാം ആകുമ്പോൾ ഇങ്ങനെ എന്താ പറയുക നീണ്ട് പോകും കേട്ടോ, മടക്കി വെക്കാനേ നിൽക്കില്ല. അതിനെക്കൊണ്ട് ഞാൻ എപ്പോഴും ഇതാ ടേബിളിൻ്റെ മേലെ തന്നെയാണ് കേട്ടോ ഡ്രസ്സെല്ലാം അലക്കിയതിടുക. ഇനിയിപ്പോൾ ഇതായി ബെഡ്ഷീറ്റിൽ നമ്മളിങ്ങനെ മടക്കി വെക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ഈ പില്ലോ കവറും കൂടി വെക്കുക കേട്ടോ. എന്നിട്ട് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കൂടെ തന്നെ പില്ലോ കവറും കൂടി ഉള്ളത് കൊണ്ട് തിരയാനൊന്നും നിൽക്കണ്ട. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് മടക്കി വെച്ച് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടിച്ചാലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പണികളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും അടിച്ചലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാത്റൂം ക്ലീനിങ് എല്ലാം കുളിക്കുന്ന ടൈമിലാണ് കേട്ടോ. കുളിക്കാൻ പോകുന്നതിൻ്റെ ആ സമയത്താണ് കഴുകൽ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കരുതി പ്ലാന്റിലെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചെടുക്കാമെന്ന്. കുറച്ച് ദിവസമായിട്ടോ വെള്ളമെല്ലാം ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് അപ്പം അത് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉണങ്ങിയ ലീഫെല്ലാം ഒന്ന് എടുത്ത് കളയാനെല്ലാം ഉണ്ടായി. പിന്നെ ഒഴിക്കുന്ന സമയത്ത് ഈ ലീഫിൻ്റെ മുകൾ ഭാഗത്തും കൂടി ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇങ്ങനെ കുറച്ച് ടൈം ഇങ്ങനെ വെക്കും. ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇവിടുന്ന് എടുത്ത് മാറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു വാഷ് ബേസിൻ്റെ ആടെ വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഇത് നന്നായിട്ട് ഉഷാറലായി വന്നതിന് കേട്ടോ. ഇന്നലെ പൊരിൽ കുറച്ചിങ്ങനെ വിരുന്നാരിൽ വന്നപ്പം ആ ഒരു ആവേശത്തിൽ മോന് പോയിട്ട് അതിലിങ്ങനെ കളിച്ചതാണ്. ഓടി വന്നിട്ട് ഇങ്ങനെ അടിച്ച് കളിച്ചതാണ് കേട്ടോ. അതിൻ്റെ ഇലയിലതാ ഇങ്ങനെ ഒടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു പ്ലാന്റ് അവിടെ വെച്ചിട്ട്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു കോലങ്ങൾ കണ്ടിക്കില്ല, എന്തെല്ലോ ആയിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയിലും ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ 2-3 ഇലയിലും ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉണങ്ങിപ്പോയി കേട്ടോ. അപ്പം അതിൽ ഒന്ന് ഇങ്ങനെ കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക അതൊന്നും ഒരു പ്ലാനോ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാ ലീഫ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ. ഇങ്ങനെ വിടർന്ന് കിടക്കുമ്പോൾ കാണാനാണ് ഭംഗി. പക്ഷേ കെട്ടാതെ നിവർത്തിയും ഇല്ല കേട്ടോ. ആ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നാശമായപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വന്നു കേട്ടോ. കാരണം ഒരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതവിടെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ഉഷാറിലായി വന്നതേനു. പക്ഷെ എല്ലാം പോയിട്ടാ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ഇലയാണ് ഞാൻ ഇന്ന് കട്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് അതാ സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയിട്ട് വെക്കലാണ് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ വേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.